ഒരു രാത്രി കൊണ്ട് വയനാട് ജില്ലയിലെ ഒരു പ്രദേശമാകെ അപ്രത്യക്ഷമായി. ശക്തമായ ഉരുൾപൊട്ടലിൽ ചൂരൽമലയും മുണ്ടക്കയും തകർന്നടിഞ്ഞു. ചുറ്റും ചലനമറ്റ ശരീരങ്ങൾ. വീട് വിട്ട് പെങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ പോയതിനാൽ ജീവൻ രക്ഷപ്പെട്ട ഒരു കുടുംബം. എന്നാൽ ദുരന്തത്തിൽ അയാൾക്ക് നഷ്ടപ്പെട്ടത് വീടും സുഹൃത്തുക്കളും വർഷങ്ങളുടെ സ്വപ്നവുമാണ്. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. മണ്ണിടിച്ചിലും പ്രകൃതി ദുരന്തങ്ങളും ആവർത്തിക്കപ്പെടുന്നു. വയനാടിന്റെ ദുരന്തത്തിൽ ജീവനും ജീവിതവും തകർന്ന മനുഷ്യർ. ആർത്തുപെയ്യുന്ന മഴയിൽ പ്രിയപ്പെട്ടവരെ തിരഞ്ഞിറങ്ങുന്നവർ. തുടർച്ചയായി ഭീകരമായി പെയ്യുന്ന മഴ കണ്ട് അയാൾ അയൽവാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്. നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന പുഴ കണ്ടപ്പോഴേ അയാൾ മനസ്സിലാക്കിയിരിക്കണം വരാനിരിക്കുന്ന ദുരന്തം. കുടുംബവുമായി സഹോദരിയുടെ വീട്ടിൽ പോയി. സുഹൃത്തുക്കളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ വയനാട്ടിലെ ഉരുൾപൊട്ടൽ അയൽവാസികളെയും സുഹൃത്തുക്കളെയും അപ്രത്യക്ഷരാക്കി. രക്ഷാദൗത്യം പുരോഗമിക്കുമ്പോഴും എവിടെയാണ് പ്രിയപ്പെട്ടവരെന്നറിയാതെ നിരവധി പേർ. അപകടം നടക്കുമ്പോൾ നമ്മൾ അന്ന് ഉച്ചയ്ക്ക് തന്നെ നമ്മളിവിടെ പെങ്ങളാടെ പോയിരുന്നു. ഞാനും എൻ്റെ വൈഫും 2 കുട്ടികളും അച്ഛനും അമ്മയും ഇവരെല്ലാം ഒരു ഓട്ടോ വിളിച്ച് പോയിരുന്നു. അന്ന് പോകുമ്പോൾ തന്നെ നമ്മളെ ഏരിയയിലുള്ള കുറേ വീടുകളിൽ പറഞ്ഞാണ്, ഇന്നലെ തന്നെ നമ്മളെ പുഴയിൽ വെള്ളം കൂടിയതാണ്, വൈകിട്ട് വെള്ളം കൂടുകയാണെങ്കിൽ രാത്രിക്ക് കാത്തു നിൽക്കണ്ട, നിങ്ങൾ എവിടെ വെച്ചാൽ സേഫായിട്ട് പോയിക്കോളിന്ന് പറഞ്ഞാൽ. നിലവിലെ ചേട്ടനൊക്കെ താമസിച്ചിരുന്ന വീടൊക്കെ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണോ? പോയി അടുത്തുണ്ടായിരുന്ന ആളുകളൊക്കെയോ, നിങ്ങളുടെ തൊട്ട് സമീപത്തുണ്ടായിരുന്ന അയൽവാസികളുടെയൊക്കെ അവസ്ഥയെല്ലാം പോയി. 2 തവണ ഉരുൾപൊട്ടിയപ്പോഴും സുരക്ഷിതരായി ഫോണിൽ സംസാരിച്ച ആളുകൾ പെട്ടെന്ന് മണ്ണിനടിയിലായതിന്റെ ഞെട്ടലിലാണ് ഒരു മനുഷ്യൻ. മണ്ണിടിച്ചിലുണ്ടായപ്പോൾ സുഹൃത്തുക്കൾ ടെറസിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവിടുന്ന് ഓടി രക്ഷപ്പെടണമെന്നാവശ്യപ്പെട്ടെങ്കിലും ചളി നിറഞ്ഞതും ഇരുട്ടായതും അവരെ സഹായിച്ചില്ല. 3ാമത്തെ പൊട്ടലിൽ അവരും മണ്ണിനടിയിലായി. ആദ്യത്തെ 2 പൊട്ടിയപ്പോൾ തന്നെ ഇവർ ഞങ്ങളെ വിളിച്ച് പറയുന്നുണ്ട്, ഞങ്ങളെ കോൺടാക്ട്സിലുള്ളത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ സേഫാണെന്ന് പറഞ്ഞു. ആദ്യത്തെ 2 പൊട്ടുമ്പോൾ സേഫാണെന്ന് പറഞ്ഞു. 3ാമത് ആ സേഫാണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇറങ്ങി ഓടി എവിടെയും രക്ഷപ്പെടുമെന്ന് പറയുമ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ ചെളിയാണ്, താഴോട്ട് ഇറങ്ങി വരാൻ വയ്യ, ഇരുട്ടാണ്, ലൈനും ഇല്ല, കറണ്ടും ഇല്ല, ഒന്നുമില്ല. അവസാനത്തെ ഒരു സ്ലൈഡിങ് വന്നപ്പോൾ മുഴുവനായിട്ട് വൈപ്പ് ചെയ്ത് പോയി. ഈ നോക്കി നിന്ന ആൾ, ഈ ടെറസിൻ്റെ മുകളിൽ സേഫാണെന്ന് പറഞ്ഞ ആളുകൾ മുഴുവൻ പോയി. പിന്നെ നമ്മൾ ഫോൺ ചെയ്തിട്ട് കോൺടാക്ട്സ് ഇല്ല, നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലാനും പറ്റില്ല, കാരണം ആ പോകുന്ന റോഡ് മുഴുവൻ ബ്ലോക്കായി പോയി. പലതും അറിയാതെ നിസ്സഹായരായി നിൽക്കുന്ന ഒട്ടനവധി മുഖങ്ങളുണ്ട് ഇന്ന് വയനാട്ടിൽ. ഒരൊറ്റ രാത്രി കൊണ്ട് വീടും വീട്ടുകാരും നഷ്ടപ്പെടുമെന്ന് ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത മനുഷ്യർ. ന്യൂസ് മലയാളം, വയനാട്.